ഗൈസ് ഇന്ന് റൈഹാൻ ഉണ്ടാക്കുന്ന പേരാണ് കുഞ്ഞിപ്പത്തൽ. എന്താ പറയുക? കുഞ്ഞിപ്പത്തൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഇന്നത്തെ സ്പെഷ്യലാണ് കുഞ്ഞിപ്പത്തൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ 25ാമത്തെ നോമ്പിലേക്കും കടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ശേഷിക്കുന്നത് 5 നോമ്പുകൾ മാത്രമാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോ അശ്വിൻ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെയില്ല. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പോകുമ്പോൾ പയ്യെ അറിയാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തോടും എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ വീഡിയോയിൽ അധികം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തോളിയും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചോളിയും. പിന്നെ അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തെങ്കിലും ഒന്ന് രേഖപ്പെടുത്തുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തോളിയും. അത് നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമായിരിക്കും. നിങ്ങളത് ചെയ്യുന്ന ഒരു സഹായം നമുക്ക് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ 25ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നോളി. യെസ്, അപ്പോൾ നമുക്ക് ഇന്ന് അത്താഴത്തിൻ്റെ ഫുഡ് നമ്മളെ വഴുതനങ്ങ മോര് കറിയായിരുന്നു. സൂപ്പർ കറിയായിട്ട് എൻ്റെ റെസിപ്പി വേണ്ട ഒരു പറഞ്ഞു. പിന്നെ അതുപോലെ മത്തി പൊരിച്ചതും കേബേജ് തോരനും പപ്പടമായിരുന്നു. അപ്പോൾ ഇന്ന് അത്താഴം കഴിച്ചിട്ട് ഇത് അത്താഴം എന്നോട് പറയുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു. എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റിയെന്നുള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും അത്താഴം കഴിച്ചൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്ന വീഡിയോയിലേക്ക് പോകാം. റൈഹാനൊക്കെ പോയി കടന്നിട്ടുണ്ട്. എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കാൻ തിരക്കിലായിരിക്കുമല്ലോ. ഇനി 5 ദിവസമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ മാക്സിമം ഡ്രസ്സൊക്കെ എടുക്കണം, വേഗം തീർത്തിട്ട് നമ്മൾ ഈ നോമ്പ് മാക്സിമം നമുക്കൊരു ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് എല്ലാവരും മാറ്റണമെന്ന് എന്നോടും കൂടെ നിങ്ങളോടും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, 25ാമത്തെ നോമ്പ്. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. പൊന്നോളി, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇൻ റമദാൻ. ഒരാളിപ്പോൾ എണീച്ചിട്ടുള്ളൂ. ബാങ്ക് കൊടുക്കുന്ന സമയമായിരിക്കണം. എത്രയും സമയം എന്നറിയോ? എന്നാൽ രാത്രി 12 മണിക്ക് കിടന്നാണ് ഗൈസ്. എന്നിട്ട് നോക്കിയൊക്കെ ഇപ്പോഴാണ് എണീച്ചിരിക്കുന്നത്. മരങ്ങാണ്ടി. ഹലോ ഗൈസ് പറയും. ഗൈസ്, നമ്മൾ എവിടേക്കാണ് പോണത്? ഫുൾ ചാർജോടെ കുടിക്കണം എന്നല്ല. ഇവൾക്ക് എന്താ, നമുക്ക് എന്താ അവിൽ മിൽക്ക് അല്ലെങ്കിൽ ഫലൂഡ. നെച്ചുവിന് ഫുൾ ജാർ സോഡ, നെബുവിന് ഫുൾ ജാർ സോഡ. എനിക്കിതൊന്നും വേണ്ട, അത് കുടിക്കാൻ ഞാൻ എതിരാണ്. അപ്പൊ ഇന്നിപ്പോ ഫലൂദ എന്തായാലും കിട്ടും തോന്നണില്ല. എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് വരാം. സമയം ഇപ്പൊ 11:30 മണിയായി. അമ്മിച്ച് കൊടുക്കാൻ മതിയോ? ഫലൂദ. ഓക്കെ, സെറ്റ്. പോയാലോ?
അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഡ്രിങ്ക്സ് അടിക്കണമെന്ന് പറഞ്ഞിട്ട് ഡ്രിങ്ക്സ് മീൻസ് ജോഡിയും ചോടക്കേണ്ട ഉദ്ദേശിച്ചത് നമ്മൾ നേരെ പോയത് ഫ്രുക്സി എന്ന് പറഞ്ഞ നമ്മുടെ തൊട്ട സ്കൂളിന് മുമ്പേയുള്ള ഹുസൈൻ്റെ സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഞാൻ നാരങ്ങ സോഡ പറഞ്ഞത്, റൈഹാൻ തവിൽ മിൽക്ക്, നെബു ഫലൂഡ, നെച്ചു ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞു. ഇത് അവിടെയുള്ള സാധനങ്ങളുടെ റമദാനായിട്ട് ഇവർ സ്റ്റാർട്ടപ്പ് ചെയ്ത സാധനങ്ങളാണിത്. മാങ്ങ ഉപ്പിട്ടുള്ളത്, മാങ്ങ മുളകിലിട്ടത്, നെല്ലിക്ക മുളകിലിട്ടത്, പൈനാപ്പിൾ, എല്ലാ ഐറ്റംസുകളും ഉണ്ട് അവിടെ. അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. ജ്യൂസ് അങ്ങനെ വാങ്ങി നേരെ ഉള്ളിൽ പോയി നോക്കി. എന്താ ഇവിടെ എ സി ഒന്നും ഇട്ടിട്ടും കൂടി ഇല്ല. ഇവിടെ വന്നിട്ടിരിക്കുന്നു അന്തപ്പത്തോളൂ. ഞാൻ ഇവിടെ വരാൻ പറ്റില്ല. ഏത് റൊണാൾഡേ? അപ്പോൾ ഗായ്സ് ചെങ്കളായി നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ അവിൽ മിൽക്ക്, റൈഹാനത്തിന് ഫലൂഡ, നെബൂന് അവിൽ മിൽക്ക്, റൈഹാനത്തിന് നോക്കി. അവിൽ മിൽക്ക് നോർമൽ അവിൽ മിൽക്ക് മേടിച്ചത്. ഇനിയിപ്പോൾ ഐസ്ക്രീമൊക്കെ ഇട്ടത് അതുണ്ട് അവിടെ, സ്പെഷ്യലൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു റൈഹാനത്ത്. പിന്നെ നമ്മൾ നെബൂൻ്റെ അടുത്തേക്കാണ് പോയത്. നെബൂന് പിന്നെ സ്ട്രോബെറി ഒക്കെ ഇട്ടുള്ള ഫലൂഡ ആയിരുന്നു. ഫലൂഡ അവനക്ക് വാങ്ങും, അവൻ എന്തും വാങ്ങും, കഴിക്കൂല. അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നെച്ചു പിന്നെ പറഞ്ഞല്ലോ ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു പറഞ്ഞത്. ഫ്രഞ്ച് ഫ്രൈസ് മുപ്പര് കുടിക്കാനൊന്നും ഇല്ലാത്തതിന് മുപ്പര് പറഞ്ഞ് എവിടെ നിൽക്കുന്നു. പിന്നെ ഞാൻ നാരങ്ങ സോഡ വാങ്ങിയായിരുന്നു, എടുത്ത് കുടിച്ച് പകുതി മുക്കാൽ മൂപ്പര് തന്നെ കുടിച്ച് തീർത്തത്. അവൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് പകുതി ഞാൻ തന്നെ കുടിച്ച് തീർത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നോമ്പത്തുറയും വിശേഷങ്ങളും അത്താഴം മുതൽ എല്ലാം അവസാനിച്ചിട്ടാണ്. ഇന്ന് 25ാമത്തെ നോമ്പും കഴിഞ്ഞ് നാളെ 26ാമത്തെ നോമ്പ്, 27ാം രാവൊക്കെയുള്ള സ്പെഷ്യൽ ദിവസങ്ങളാണ്. അപ്പോൾ നമുക്ക് നാളെ വേണ്ടി കണ്ടുപിട്ടാം. വരയ്ക്കും. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.